നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സൊnemalayalamത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ സാംസങ് ഗാലക്സി M33 5G എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ഓവർവ്യൂ, ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക്. ഓവർവ്യൂ എന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്കുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മെയിൻലി അൺബോക്സിങ്. നമ്മൾ ഒരുപാട് നാളെ ഇങ്ങനെ അൺബോക്സിങ് ചെയ്തിട്ട്, ആൻഡ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സെറ്റപ്പ് എന്ന് പറയുന്നതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള റിയാക്ഷൻ പ്ലസ് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു പെട്ടിക്കകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാംസങ് ഗാലക്സി M33 5G ഒരു 5G സ്മാർട്ട് ഫോൺ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ക്വാഡ് ക്യാമറ, അതായത് 50 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ, അങ്ങനെ 4 ക്യാമറ വരുന്നുണ്ട്. അതുപോലെ 6000 mAh ബാറ്ററി ആണുള്ളത്. ഒക്ടാ കോർ പ്രൊസസ്സർ എന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു TFT ഡിസ്പ്ലേ ആണ്, IPS അല്ല, TFT ആണ്. 120 Hz റിഫ്രഷ് റേറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൗണ്ടഡ് കോർണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ റൗണ്ടഡ് കോർണേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു എഡ്ജ് സ്ക്രീനാണോ അതോ ഓരോ എഡ്ജും റൗണ്ട് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നോക്കാം. നമ്മുടെ ബോക്സിൻ്റെ അകത്തുള്ള പ്രൈസിംഗ് എന്ന് പറയുന്നത് 24,999 രൂപയാണ്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇത് ലോഞ്ച് ആയ സമയത്ത് എത്രയാണ് പ്രൈസ് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഫോർ ഇന്ത്യ, എ സാംസങ് ഇനിഷ്യേറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇതൊക്കെ സീൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. പെട്ടി തുറന്നു കഴിഞ്ഞാൽ, ഓക്കെ, പറയാൻ മറന്നുപോയ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് അവർ ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വണ്ടർഫുൾ തിങ്. ഇതിനകത്ത് ചാർജറിന് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു USB കേബിൾ മാത്രമാണ്. നമുക്കിതിനകത്ത് ഫോൺ ഇതിനകത്ത് തന്നെ വയ്ക്കാം. ആദ്യം ഇതിൻ്റെ ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ USB Type C to Type C കേബിളാണ് കേട്ടോ. Type Cയും ഒരെൻഡിൽ Type C, അടുത്ത എൻഡിലും Type C ആയിട്ടുള്ള Type C to Type C കേബിള്. അതുപോലെ തന്നെ ഒരു ചെറിയ പേപ്പർ വർക്ക് ഇതിനകത്ത് ജസ്റ്റ് 2 പേപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട്. USB Type C to Type C കേബിള്, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മുടെ സിം ഇജക്ഷൻ ടൂള്, ഇത്ര മാത്രമാണ് പെട്ടിക്കകത്തുള്ളത്. ഇനി നമ്മുടെ ഫോണിലേക്ക് വരാം. ഫോണിലേക്ക് വരുന്ന സമയത്ത് ഈ കളറ് എനിക്കിഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തു. പീല് ഇത് കളഞ്ഞു. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഈ ഒരു കളർ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം. ഒരു പ്രീമിയം കാണുന്ന സമയത്ത്, ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് ഒരു പ്രീമിയം ഫോണാണെന്ന് നമുക്ക് തോന്നും. അത് ഈ ഒരു ഷെയ്ഡ് വേറെ പല പ്രീമിയം ഫോൺസിൻ്റെ അകത്തും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു അവർ ഈ റൗണ്ടഡ് കോർണേഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്. ഈ കോർണേഴ്സ് അവരിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു കോർണർ അവർ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ, ഫോണിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. കാരണം 6000 mAh ഒരു ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് കാണും. ഇനി നമുക്ക് ഈ ഫോണിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ബൂട്ടപ്പ് ആവുന്ന സമയം നമുക്ക് കുറച്ച് സംസാരിക്കാം. ഇതിനകത്ത് 8 GB റാം, 128 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒക്ടാ കോർ പ്രൊസസ്സർ എന്ന് മാത്രമേ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് നമുക്കൊരു നമ്മുടെ മൈക്രോഫോൺ കാണിക്കും. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കറും. ബോട്ടം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ Type C പോർട്ടും അതുപോലെ തന്നെ ഒരു 3.5 mm ഒരു ഓഡിയോ പോർട്ടും ഒരു പ്രൈമറി മൈക്രോഫോൺ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സിം ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐഡൻറ്റിക്കലായിട്ടുള്ള 4 ലെൻസ് കൊടുത്തിട്ട് ഒരു ക്യാമറ സെറ്റപ്പ് കാണാം. ചെറിയൊരു ക്യാമറ ബമ്പ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്തല്ല, ഇങ്ങനെ ഒരു ബഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ഫ്ലാഷും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആൻഡ് ബോട്ടം സൈഡ് നമുക്ക് ബ്രാൻഡിങ്ങും സാംസങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ ബൂട്ടപ്പ് കഴിഞ്ഞ് നമ്മളിതാ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഹോം സ്ക്രീനിൽ എത്തിയ സമയത്ത് എനിക്ക് പറയാൻ തോന്നിയത് TFT ഡിസ്പ്ലേ ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ എടുത്ത് പറയാനൊന്നും പറ്റില്ല. ഇതൊരു IPS ഡിസ്പ്ലേ ആയിട്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ഈ പർപ്പിൾ കളറും അതുപോലെ തന്നെ റെഡ് കളറ്, ഈ ഒരു മജന്ത കളറ്, ഇതേപോലുള്ള കളറെല്ലാം നല്ല സാച്ചുറേറ്റഡ് ആയിട്ട് നല്ല വൈബ്രൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. കളേഴ്സ് നല്ലതുപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് പണ്ട് മുതലേ നമുക്കെല്ലാവർക്കും അറിയാം
സാംസങ്ങിൻ്റെ ഡിസ്പ്ലേസ് ഭയങ്കര അടിപൊളിയാണ്. സാംസങ്ങിൻ്റെ ഏത് ഫോൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിൻ്റെയും അത് ഏത് ബ്രാൻഡോ ആവട്ടെ അതിൻ്റെ എല്ലാം പാനലുകൾ കൊടുത്തിട്ടുള്ളൂ. ഡിസ്പ്ലേ പാനൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയട്ടെ ഡിസ്പ്ലേ പാനലിൽ മാനുഫാക്ചർ ചെയ്യുന്ന മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സാംസങ് തന്നെയാണ്. ഇനി നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയിട്ട് നമുക്കിതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഒന്ന് നോക്കാം. നമ്മൾ ആൻഡ്രോയിഡ് വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 12 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത് സാംസങ് ഗാലക്സി M33 ആൻഡ് 1 UI 4.1 ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന UI വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 120 Hz റിഫ്രഷ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നു കണ്ടോ. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമറയിലൂടെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 FPS ഷൂട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സിമിലർ ആയിട്ടുള്ള ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഡിസ്പ്ലേ നിങ്ങൾ ഏതൊരു ഫോണിലാണോ കാണുന്നത് നിങ്ങളുടെ ഫോണിലും 120 Hz റിഫ്രഷ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒബ്വിയസ്ലി ഏതൊരു ഫോൺ നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, എടുത്തിട്ട് സെൽഫി എടുക്കുക എന്നുള്ളത്. നമുക്ക് 2 സെൽഫി എടുക്കാം. സെൽഫി എടുത്ത കാര്യം ഞാൻ പറയാം കേട്ടോ. സെൽഫിയുടെ കാര്യം പറയുന്ന സമയത്ത് ഭയങ്കര അടിപൊളി സെൽഫി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്ത് പറയട്ടെ, ഒരു 8 MP ഒരു സെൽഫി സെൻസറാണ് ഇതിൻ്റെ അകത്ത് സാംസങ് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ പോലും എന്താ പറയട്ടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓവർ എക്സ്പോസ് ആവാണ്ടും ഓവർ പ്രോസസ്സ് ചെയ്യാണ്ടും വളരെ നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മിന്നലിൻ്റെ ലൈറ്റ് കുറച്ച് ഒരു പിങ്ക് കളർ ഷെയ്ഡ് കൊണ്ടുവരുന്നുണ്ട്. ആ ഷെയ്ഡ് പക്കയായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കും അതേപോലെ തന്നെ സൺലൈറ്റിൻ്റെ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ആ വൈറ്റ് കളർ അതേപോലെ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസ്പ്ലേ ഇരിക്കുന്നില്ലേ, ഒരു മോണിറ്റർ, ആ മോണിറ്റർ നല്ലതുപോലെ എടുക്കുന്നുണ്ട്. എൻ്റെ സ്കിൻ ടോൺ വളരെ അടിപൊളിയായിട്ട് വളരെ സൂത്തിങ് ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ലൈക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് നല്ലൊരു സെൽഫി അത് സാംസങ് M33 സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. സീരിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചുമ്മാ ഒരു സാധനത്തിനെ അങ്ങനെ ഷുഗർ കോട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും നമുക്കില്ല. സെൽഫി കൊള്ളാം, സെൽഫി അടിപൊളിയായിട്ടുണ്ട്. ഇനി റിയർ ക്യാമറ നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് എൻ്റെ OnePlus 8 നമുക്ക് ഫോട്ടോ എടുക്കാം. ക്യാപ്ചറിങ് ഷട്ടർ ഇച്ചിരി സ്ലോ ആണ് കേട്ടോ. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡോ 1 സെക്കൻഡോ 1 സെക്കൻഡോ ഇല്ല, കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഓൺ ആവുന്നത്. ഒരു 2-3 സെക്കൻഡ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ളൊരു ഡിലേ ഉണ്ട്. എടുത്ത ഫോട്ടോസൊക്കെ തരക്കേടില്ലാത്ത ഫോട്ടോസായിട്ട് തോന്നും. ഞാൻ വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, നമുക്കിതിനകത്ത് ഒരു വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു അൾട്രാ വൈഡ് ആംഗിൾ ഉണ്ട്, പിന്നീട് ഒരു പ്രൈമറി ഉണ്ട്, പിന്നീട് നമ്മുടെ ആ ഒരു 2x സൂം. ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് തരക്കേടില്ല എന്നേ എനിക്ക് പറയാനായിട്ട് ഇപ്പോൾ സാധിക്കുള്ളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ആ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു ഷെയ്ഡിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ടെക്സ്ചർ കൊള്ളാം. ഇത് നിങ്ങൾക്ക് തോന്നും, പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്ലി ആവുന്ന ടെക്സ്ചർ എന്ന്, അതൊന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇത് അങ്ങനത്തതല്ല, ഇത് വളരെ സുഖമുള്ള സാധനമാണ്. ആൻഡ് കുറച്ച് വെയിറ്റ് ഉണ്ട്. 6000 mAh ഒരു ബാറ്ററി ഉള്ളതുകൊണ്ടായിരിക്കണം കുറച്ച് വെയിറ്റ് ഉണ്ട്, കുറച്ച് തിക്നെസ്സും കൂടുതലാണ്. പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്, അല്ലാതെ ഭയങ്കര പ്രീമിയം ബിൽഡൊന്നുമല്ല. പക്ഷേ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാംസങ് ഗാലക്സി M33 ഒരു ഫസ്റ്റ് ലുക്ക്, അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്കാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും അമർത്താം. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ.